എല്ലാ കൂട്ടുകാർക്കും JB ഫ്ലവർ ജേണിയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഹെൽത്തി ഫുഡ് ആൻഡ് ബ്യൂട്ടി ടിപ്സിലേക്ക് പോയാലോ. ഹായ് കൂട്ടുകാരെ, നമുക്കിന്നേ ഒരു ഗ്രീൻ ആപ്പിൾ വെച്ചിട്ട് പച്ചക്കപ്പലണ്ടി വെച്ച് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കിയാലോ, ചോറിന് കഴിക്കാനായിട്ട്. അപ്പൊ നമ്മളത് എങ്ങനെ തയ്യാറാക്കണേ നോക്കാം. അപ്പൊ നമ്മുടെ ഗ്രീൻ ആപ്പിൾ കറിയുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഗ്രീൻ ആപ്പിള്, പച്ചക്കപ്പലണ്ടി, ഒരു പിടി കറിവേപ്പില കേട്ടോ. കറിവേപ്പില ഇച്ചിരി അധികം എടുത്തോളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഹെൽത്തി കറിയല്ലേ വെക്കണേ. ഡയറ്റ് ഒക്കെ നോക്കണവർക്ക് ധൈര്യമായിട്ട് കഴിക്കാം കേട്ടോ. അതിൽ വേറെ മസാലകളൊന്നും ചേർക്കണില്ല ഞാൻ, പൊടികളൊന്നേ. പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 3 പച്ചമുളക്. പച്ചമുളക് നാടൻ മുളക് എന്ന് പറയും നമ്മുടെ അവിടെയൊക്കെ. അങ്ങനെയാ ഞാൻ എടുത്തേക്കണം കേട്ടോ. അങ്ങനെ നല്ല എരിവുണ്ട് ഇതിന്. അതാ പരമാവധി ഇടാൻ ശ്രമിക്കുക. വേറെ മുളക് കൂടി ഒന്നും നമ്മൾ ചേർക്കണില്ലല്ലോ. പിന്നെ ഒരു സവോള, പിന്നെ കുറച്ച് തൈര് കേട്ടോ, കുറച്ച് മതി. അപ്പൊ ഞാൻ വിചാരിച്ചേ ഗ്രീൻ ആപ്പിൾ കറി അല്ലേ, അപ്പൊ എല്ലാം ഒരു ഗ്രീൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു, അതിന്റെ കോമ്പിനേഷനെ. അപ്പൊ നമുക്കിത് എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നമ്മള് കറിക്ക് വേണ്ടി കപ്പലണ്ടി കുറച്ചെടുത്തിട്ട് കുക്കറിലൊന്നും ഇട്ട് വേവിക്കണ്ട കേട്ടോ. കുറച്ച് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് നന്നായിട്ട് മിക്സി ജാറിൽ അരച്ചിട്ട് വരാം കേട്ടോ. ഞാൻ എന്നിട്ട് അരച്ചിട്ട് വന്നിട്ട് കാണിക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, കപ്പലണ്ടി ഇല്ലാന്ന് പറഞ്ഞിട്ട് വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ നാളികേരല്ലേ, അത് അരച്ചിട്ട് നല്ല കട്ടി പാലെടുത്താൽ മതി, അതും മതി. അല്ലാണ്ട് ഇപ്പൊ കപ്പലണ്ടി ഉണ്ടായിട്ട് നമ്മൾ ഗ്രീൻ ആപ്പിൾ വെച്ച് കറി ചെയ്യണമെന്നൊന്നും നിർബന്ധമല്ല കേട്ടോ. ഞാനിപ്പോ വേവിച്ച് വെച്ച കപ്പലണ്ടി നന്നായിട്ട് അരച്ചു കേട്ടോ. തൊലിയൊന്നും കളയണ്ട കേട്ടോ, തൊലിയിലൊക്കെ പ്രോട്ടീൻ ഉണ്ട്, അതൊന്നും കളയണ്ട. ഇതിനൊന്നും ആവശ്യമില്ല. ഞാനൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. വലിയ അരിപ്പയിലേ ഒന്ന് അരിച്ചാൽ മതി, വലിയ അരിപ്പയില അരിച്ചാൽ മതി. അപ്പൊ നമുക്ക് ചായ അരിക്കുന്ന അരിപ്പല്ല, നമ്മൾ ജ്യൂസ് അരിക്കുന്ന അരിപ്പ. അപ്പൊ ഇതിന്റെ ഇത് ഇത്രേ ഉള്ളൂ. കപ്പലണ്ടി വേവിച്ചത് ഇതേപോലെ അരിച്ചു വെച്ചു. പിന്നെ നമ്മൾ ഇതേപോലെ അരിയണം കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിള് നമ്മള് മാങ്ങയൊക്കെ അച്ചാറിടാൻ അരിയില്ലേ, അതേപോലെ അരിയ. പിന്നെ ഈ സവോള കൊത്തിരിയ ചെറുതായിട്ട് ചതുര കഷ്ണങ്ങളാക്കി, ചെറുതായിട്ട് ഞങ്ങള് കൊത്തിരി എന്നൊക്കെ പറയാ കേട്ടോ, ചതുര കഷ്ണങ്ങളായിട്ട് അരിയ. പിന്നെ ഇഞ്ചി നന്നായിട്ടൊന്ന് ചതയ്ക്ക, ചതയ്ക്ക. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഞാൻ നന്നായിട്ട് മിക്സിയിൽ അരച്ചു. നമുക്ക് മിക്സിയിൽ നന്നായിട്ട് ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ കറിയിൽ ചേർക്കാൻ ഉദ്ദേശിക്കുന്ന ഉപ്പുണ്ടല്ലോ, കല്ലുപ്പ്. ഞാൻ കല്ലുപ്പാണ് ഇടാറ്. അപ്പൊ കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അരയ്ക്കുക. അപ്പൊ നന്നായിട്ട് അരഞ്ഞു കിട്ടും. അല്ലെങ്കിൽ ഉപ്പ് പൊടി ഉണ്ടെങ്കിൽ ഉപ്പ് പൊടി ഇടാട്ടോ. ഞാൻ ചെയ്യണ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരണേ, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ ഇതേപോലെ എങ്ങനെയൊക്കെ അരിഞ്ഞു വെക്കുക. എന്നിട്ട് നമുക്കിനി കറി പെട്ടെന്ന് തയ്യാറാക്കത്. നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചു, എന്നിട്ട് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കട്ടോ. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കപ്പോ ഈ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ അരച്ചിടാം ആദ്യം. അത് നന്നായിട്ട് ഇളക്കുക. അതെന്താ വെച്ചാൽ പച്ചമണം മാറാനാണ് വെളുത്തുള്ളിന്റെ, അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇതിടണം. നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ ആ പച്ചമണം ഒന്ന് മാറട്ടെ, അതിന് ശേഷം ഇഞ്ചി ഇട്ടാൽ മതി. ഞാനാണെങ്കിലേ പച്ചക്കറി ഒന്നും ഉണ്ടായിരുന്നില്ല കറി വയ്ക്കാനായിട്ട്, ഒന്നുമില്ല. അപ്പൊ ഫ്രൂട്ട്സിലാണെങ്കിൽ ഓറഞ്ചും ആപ്പിളും ഉണ്ട്. അപ്പൊ ഒരാപ്പിള് ഗ്രീൻ ആപ്പിൾ ഇരിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ അതിന്റെ പുളിരസം ഇഷ്ടമല്ല ആപ്പിളിന്റെ. കുളിക്കുന്ന സാധനങ്ങൾ അധികം ഫ്രൂട്ട്സ് കഴിക്കാറില്ല. അപ്പൊ അത് അവിടെ ഇരുന്ന് അങ്ങനെ ഇരിക്കുള്ളൂ. അപ്പൊ അതെന്ത് ചെയ്തു, അപ്പൊ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ് ആപ്പിൾ വെച്ച് കറി വെക്കാണ്. അതാണ് നമ്മളൊരു ഗ്രീൻ ആപ്പിൾ കറി ഉണ്ടാക്കിയത്. ഞാനൊരു പ്രാവശ്യം ഇത് വെച്ച് കഴിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. എങ്ങനെയാണെന്നറിയാം അതിന്റെ ടേസ്റ്റ് ഇരിക്കുക. നമ്മള് മാമ്പഴപ്പുളിശ്ശേരി, എന്താ പറയാ, മാങ്ങയൊക്കെ ഇട്ടിട്ട് കറി വെക്കില്ലേ, മാമ്പഴക്കറിയൊക്കെ മോര് വെച്ച്, അതുപോലെ ഇരിക്കും. എന്നാലും
അതും മാങ്ങല്ലേ. ഇത് നമ്മള് അതിന്റെ വ്യത്യാസം ഉണ്ടാവും, രുചികളിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. എന്നാലിപ്പോ ഞാനിത് ഇഞ്ചി ഇട്ടിട്ടോ, ഇഞ്ചി നന്നായിട്ടൊന്ന് മൊരിയണം. ഇതേപോലെ എല്ലാം പച്ചമണം മാറണം, അല്ലെങ്കിൽ ഒരു പച്ചപ്പ് ഉണ്ടാവും. അതാണ് സംഭവം, വേറെ ഒന്നല്ല കേട്ടോ. ഇതിന്റെ പച്ചമണം ഒന്ന് മാറി ഞാൻ സവോള ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റാം. സവോള ഒരുപാട് വഴറ്റണ്ട, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വഴന്ന് വരേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് വഴണം. ഈ ആപ്പിളിന്റെ കഷ്ണങ്ങളൊക്കെ പെറുക്കി തിന്നാനേ നല്ല ടേസ്റ്റാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊന്നും ഉണ്ടാക്കാം. അപ്പൊ ഉച്ചക്ക് കറിയായി, ഇതും കൂടി കാണിച്ചു തരാന്ന് വിചാരിച്ചു. എന്ത് ഞാൻ വെക്കണ കറികളൊക്കെ അതാണ് സത്യത്തിൽ. ഇതിപ്പോ ആപ്പിള് വെച്ച് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇത്രയും മതി കേട്ടോ, ഒരുപാട് വേവും വേണ്ട ഇത് ആപ്പിളേ, അപ്പൊ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. വെന്തോടെയൊന്നും വേണ്ട. ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പൊ ഇതൊന്ന് മൂടി വെച്ചിട്ടുണ്ടായി കേട്ടോ. ഒരാൾ വന്നാ മതി, ഒരുപാടൊന്നും വേണ്ട. കണ്ടോ, ഇനിയിപ്പോ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതില് നമ്മൾ അരച്ച് വെച്ച കപ്പലണ്ടില്ലേ അത് ചേർക്കാം. കപ്പലണ്ടി ഇല്ലാന്ന് വിചാരിച്ച് ടെൻഷൻ എടുക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നാളികേരം ഇതേപോലെ കട്ടായിട്ട് പാല് പിഴിഞ്ഞ് ഒഴിച്ചാൽ മതി, നല്ല ടേസ്റ്റാ. കപ്പലണ്ടി എല്ലാ വീടുകളിലും ഉണ്ടാവും, പറഞ്ഞാണ്. പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പിടാം. ഞാൻ ഉള്ളിയൊക്കെ ചതച്ചപ്പോഴേ ഉപ്പിട്ടിട്ടാ ചതച്ച. ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ചതച്ചപ്പോഴേ മിക്സിയിൽ അടിക്കാൻ വേണ്ടി പെട്ടെന്ന് ഉള്ളിയൊക്കെ ചതച്ചതിന്റെ കൂട്ടത്തിൽ ഉപ്പിട്ടു. എന്നാലും ഒരിത്തിരി ഉപ്പ് നമുക്ക് ഇടാം. പിന്നെ വേണമെങ്കിൽ ഇടാലോ. ഇതും ഒന്ന് പതുക്കെ ഒന്ന് കുറച്ചായി വരട്ടെ. പിന്നെ പച്ചക്കപ്പലണ്ടി വേവിച്ചിട്ട് നമ്മൾ അരച്ച കാരണേ ഒരുപാട് വേവേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. ഇത്രയും തിളച്ചാൽ മതി, 4 തള വന്നോട്ടെ. കണ്ടോ, ഇത്ര മതി. അപ്പൊ നമുക്ക് ഇതിലിനിപ്പോ നമ്മള് തൈരാണ് എടുത്തത്, പക്ഷെ ഞാനൊന്ന് ചെറുതായിട്ട് മിക്സി ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഉടച്ച് ഒഴിക്കാൻ പറ്റുന്ന ഒഴിക്കാം. കുറച്ച് മതി, ഒരുപാട് പുളിയൊന്നും വേണ്ട, മീഡിയം. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പുളി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കാട്ടോ, നമ്മുടെ ഇഷ്ടമാണ് അതൊക്കെ. പുളിയും ഉപ്പും എരിവൊക്കെ നമ്മളുടെ ഇഷ്ടാട്ടോ. പ്രത്യേകം ഞാൻ പറയും, എന്ത് കുക്ക് ചെയ്യുമ്പോൾ ഞാൻ പറയും, ഓരോരുത്തർക്ക് മധുരമുള്ള കറി ഇഷ്ടമുണ്ടാവും, ചിലർക്ക് എരിവുള്ളതായിരിക്കും, ചിലർക്ക് എന്താ പറയാ ഭയങ്കര ഉപ്പ്, അങ്ങനെയൊക്കെ. ഞാന് എന്റെ അനിയത്തിയുണ്ട്, അവളെ വീട്ടിൽ പോയാലേ നല്ല കറി മധുരക്കറി ആയിരിക്കും, സത്യം പറയാലോ. എനിക്കാണെങ്കിൽ ഇത്തിരി എരിവും ഉപ്പും ഒക്കെ നല്ല രീതിയിൽ വേണം. ഞങ്ങൾക്ക് ഉപ്പ് നോക്കാട്ടോ. പാകത്തിന് ഉപ്പായിട്ടുണ്ട്. ഇതൊന്ന് ഒരുപാട് തിളയ്ക്കണ്ട, ഒന്നായി വന്നു കഴിഞ്ഞാലേ നമുക്ക് കടുക് ചീരകമൊക്കെ വറുത്തിടാം. ഓക്കെ, ഇത്രയും തിള വന്നാൽ മതി കേട്ടോ. അതെ, ചെറിയ തിള വന്നിട്ടുണ്ട്. അപ്പൊ ചട്ടി ചൂടായിപ്പോയി, ഒരുപാട് ചൂടായി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് കുറച്ച് കടുകിടാം. കടുക് പൊട്ടി വരുമ്പോ കടുക് പൊട്ടട്ടെ കേട്ടോ. പിന്നെ കുറച്ച് ഇട്ടാൽ മതി, ഇത് പേരിന്
ഒരുപാട് വേണ്ട. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില. തീ ഓഫാക്കിയതിന് ശേഷം നമുക്ക് 2 പേര് ജീരകം പൊടിച്ചോ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. ഞാനൊരു ഇത്തിരി ജീരകം ഇട്ട ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ടേ, അതാണ് ഇട്ട. ഇതെനിക്ക് കറിയിലേക്ക് ഒഴിക്കാം. അപ്പൊ കറിയിലേക്ക് ഞാൻ കടുവും ഇതൊക്കെ പൊട്ടിച്ചതൊക്കെ ചേർത്തു. നല്ല ടേസ്റ്റ് കേട്ടോ, സീരിയസ് ആയിട്ട് പറയുന്നതാ. ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയണ്ട, ചപ്പാത്തിക്കൊക്കെ സൂപ്പർ ആയിരിക്കും, അടിപൊളി കറിയായിരിക്കും. അത്ര ടേസ്റ്റ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് എനിക്ക് കമന്റ് ചെയ്യണം, ചേച്ചി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറയണേ കേട്ടോ. അത് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷല്ലേ. അതാണ്. അപ്പൊ ഞാൻ പിന്നെ ചൂട് ചോറോട് കൂടിയിട്ടേ ഈ കറി ഒഴിച്ചൊന്ന് ടേസ്റ്റ് നോക്കിയാലോ. നമുക്ക് പ്ലെയിൻ ഗ്രീൻ ആപ്പിൾ കറി കൂട്ടിയിട്ടേ കുറച്ച് ചൂട് ചോറ് കഴിച്ചാലോ. നോക്കട്ടോ. നല്ല കുത്തിരി ചോറ്, പിന്നെ ഈ ഗ്രീൻ ആപ്പിൾ കറി. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് അറിയണ്ടേ. പിന്നെ ഞാൻ ഒരു അയില വറുത്ത് എടുക്കാൻ വെച്ചു. മീനേ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അയിലയുടെ വലിപ്പം തലയൊക്കെ കണ്ടിട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അയിലത്തല ശരിക്കും. അപ്പോൾ അതും കൂടി ചോറ് കഴിക്കാം. പിന്നെ ഒരു ലൂപിക്ക. പിന്നെ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ സവോള ഇട്ട് കഴിച്ചാൽ നല്ലതാണ്. അപ്പോൾ അതൊരു കോമ്പിനേഷനാണ്. നമുക്കൊന്ന് കഴിച്ച് നോക്കിയാലോ. കഴിക്കട്ടെ കേട്ടോ. എന്താ ടേസ്റ്റ് എന്ന് അറിയണ്ടേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ട് പറയാനില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. അത് ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ പൂഴ്ത്തി പറയണമെന്നൊന്നും നിങ്ങൾ വിചാരിച്ചേക്കല്ലേ. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഓക്കെ, എന്നാൽ നാളെ കാണാം. പിന്നെ അയിലയുടെ തലയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതെനിക്ക് ഇഷ്ടാട്ടോ, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഈ ഫുഡൊക്കെ കഴിച്ച് തീർക്കട്ടെ, എന്നിട്ട് നമുക്ക് ആ ബ്യൂട്ടി ടിപ്സിലേക്ക് പോകട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്യൂട്ടി ടിപ്സിലേക്ക് പോയാലോ. കുറച്ച് തേനെടുക്കാം. തേനെടുത്തിട്ട് നമ്മൾ എന്ത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴും നന്നായിട്ട് മുഖം കഴുകി തുടയ്ക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസറാണ് തേൻ. എന്നിട്ട് ഇതിൽ നമ്മൾ സ്കിന്നിൽ അങ്ങനെ തേച്ച് പിടിപ്പിക്കുക. രാവിലെ എണിച്ചിട്ട് മുഖം കഴുകി കഴിഞ്ഞിട്ട് ഇത് നമ്മൾ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് പണികളൊക്കെ കഴിയുമ്പോൾ കഴുകിക്കളയാം. മുഖത്തിട്ടൊന്നും തോന്നില്ല. അതേപോലെ സ്കിന്ന്, അത് ഏത് സ്കിന്നായിരിക്കും ചേരും. നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.